ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ വാർഷിക പരീക്ഷ ഉലൂമുദ്ദീനിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം, ഉത്തരങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വർഷം പുതുതായിട്ട് മാറിയ ബുക്ക് ആയതുകൊണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ കുറവാണ്. എന്നാലും നിങ്ങൾക്ക് മദ്രസയിലെ ദുറൂസുൽ ഇസ്ലാം 5ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് പാർട്ടിലെ ദുറൂസുൽ ഇസ്ലാം 2 എന്ന് പറയുന്ന ചോദ്യപേപ്പറുകൾ നിങ്ങളുടെ ഈ പാഠബുക്കിന് ആസ്പദമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. അതിൻ്റെ വീഡിയോസ്, ലിങ്കോ അങ്ങനെ എന്തെങ്കിലും വേണ്ടവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85 ഈ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ അവർക്ക് അതിൻ്റെ ലിങ്കുകൾ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യം നോക്കാം. എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹുവിനെ കടാര കൊണ്ട് കുത്തി. ആരായിരുന്നു? അബൂ ലുഅ്ലുഅ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കടാര കൊണ്ട് കുത്തി. അടുത്തത് ഖുർആനിൻ്റെ സ്വാധീന ശക്തിയാൽ മുസ്ലിമായി. ആരായിരുന്നു ഖുർആനിൻ്റെ സ്വാധീന ശക്തിയാൽ മുസ്ലിമായത്? ഉമർ റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി പുറപ്പെട്ടായിരുന്നു. വഴിയിൽ വെച്ച് സഹോദരിയുടെ ഖുർആൻ പാരായണം കേൾക്കാനിടയായി. അങ്ങനെ മാനസാന്തരമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് മുസ്ലിമായി ഉമർ റളിയല്ലാഹു അൻഹു. അടുത്തത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിലക്ക് വാങ്ങി മോചിപ്പിച്ചു. ആരെയായിരുന്നു? ബിലാൽ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ 7 അടിമകളെ അദ്ദേഹം വിലക്ക് വാങ്ങി മോചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് അടയാളപ്പെടുത്താം. അടുത്തത് റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുക്കിയ സൈന്യത്തലവൻ ആരായിരുന്നു? ഉസാമത്ത് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ പ്രവർത്തനങ്ങളിൽ പറയുന്നുണ്ട്, ഉസാമത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ അയച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അടുത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചു. ആരായിരുന്നു? സഹോദരൻ ഹക്കം എന്നവരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചത്. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്നെന്നും നിലനിൽക്കുന്ന മോചിതത്താണെന്ത്? ഖുർആൻ എന്നത്. അപ്പോൾ അതൊക്കെ ടിക്ക് ചെയ്യാം. അടുത്ത ഇനി ചേരുംപടി ചേർക്കാനാണ്. എന്താ ഇവിടെ വന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചു. ആരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചത്? ഇബ്നു സബഅ എന്ന ജൂതൻ മുസ്ലിം എന്ന വ്യാജേന പ്രവർത്തിക്കുകയും മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇബ്നു സബഅ എന്ന ഓപ്ഷൻ ബി നമുക്കവിടെ അടയാളപ്പെടുത്താം. അടുത്തത് യർമൂക്ക് ഇസ്ലാമിക ഭരണത്തിന് കീഴിലാക്കിയത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണപ്രവർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്, റോമക്കാരുടെ അധീനതയിലായിരുന്ന യർമൂക്ക് ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലാക്കി. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ഓപ്ഷൻ ഇ നമുക്കവിടെ അടയാളപ്പെടുത്താം. അടുത്തത് ഹൈബർ യുദ്ധത്തിൻ്റെ നായകൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഡി അവിടെ എഴുതി കൊടുക്കാം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലാണ് ഹൈബർ യുദ്ധം വിജയിച്ചത്. അടുത്തത് 12 വർഷം ഭരണം നടത്തി. ആരായിരുന്നു 12 വർഷം ഭരണം നടത്തിയത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന ഓപ്ഷൻ സി, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നാണ് അവിടെ എന്നത് മനസ്സിലാക്കിയിട്ട് അടയാളപ്പെടുത്താം. ഓപ്ഷൻ സി. അടുത്തത് 10 വർഷവും 6 മാസവും ഭരിച്ചു. ആരായിരുന്നു 10 വർഷവും 6 മാസവും ഭരിച്ചത്? ഓപ്ഷൻ എ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അടുത്തത് ഇനി പൂരിപ്പിക്കാനാണ്. ഇലാഹിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഡേഷായ സിഫത്ത്. എന്താണ്?
മുസ്തഈലായ സിഫത്ത്, വാജിബായ സിഫത്തിൻ്റെ വിപരീതമാണ് മുസ്തഈല്. ഇത് ഇലാഹിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അവിടെ മുസ്തഈലായ സിഫത്ത് എന്ന് എഴുതാം. അടുത്തത്, ഉമറെ താങ്കൾ ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ ഡേഷ് ആ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കും. ഷെയ്ത്താൻ ആ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കും. അപ്പോൾ അവിടെ ഷെയ്ത്താൻ എന്ന് നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തത്, നാവിനെയും ഡേഷിനെയും സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിട്ടുണ്ട്. എന്താണ്? നാവിനെയും ഫർജിനെയും. അവിടെ ഫർജിനെയും എന്ന് നമുക്ക് ചേർത്ത് എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? സൃഷ്ടികളോട് ചെറുതും വലുതുമായ കാര്യത്തിൽ ഡേഷ് അപേക്ഷിക്കാം. എന്താണ്? സഹായം അപേക്ഷിക്കാം എന്ന് നമുക്ക് എഴുതാം. അടുത്തത്, സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരൻ ഡേഷ് ആണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആരാണ്? റഫീഖ് ഫിൽ ജന്നത്തി ഉസ്മാൻ, സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരൻ ഉസ്മാൻ റളിയല്ലാഹു ആണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, ദാനധർമ്മം ഡേഷിനെ ചുരുക്കുകയില്ല. എന്താണ്? സമ്പത്തിനെ ചുരുക്കുകയില്ല. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വംശം ഏതായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വംശം ബനു അദീ വംശത്തിൽ ഹത്താബിൻ്റെയും ഹന്തമയുടെയും മകനാണ്. അപ്പോൾ അവിടെ ബനു അദീ എന്ന് എഴുതാം. അടുത്തത്, ബൈസാനിസ്ഥാൻ സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിച്ചത് ആരായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ബൈസാനിസ്ഥാൻ സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിച്ചത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങളിൽ പറയുന്നുണ്ട്. അടുത്തത്, ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വയസ്സ് എത്ര വയസ്സായിരുന്നു? 10 വയസ്സുള്ളപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത്. കുട്ടികളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അലി റളിയല്ലാഹു അൻഹു ആണ്. അടുത്തത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എത്ര വയസ്സ് വരെ ജീവിച്ചു? എത്ര വയസ്സാണ്? 82 വയസ്സ് വരെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 82 വയസ്സ് വരെ ജീവിച്ചു. അവിടെ വഫാത്തിൻ്റെ ഇത് പറയുന്നുണ്ട്. ഹിജറ 35-ാം വർഷം ദുൽഹിജ്ജ 18 തിങ്കളാഴ്ച കലാപകാരികൾ അദ്ദേഹത്തെ വധിച്ചു. വഫാത്താകുമ്പോൾ 82 വയസ്സായിരുന്നു. മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? മസ്ജിദിൽ പോകാൻ കഴിയാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെയാണ് ഇമാമാക്കിയത്? ആരെയായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമാക്കിയത്. അടുത്തത്, 4 ഖലീഫമാരുടെ ഭരണം എത്ര കൊല്ലം നീണ്ടു നിന്നു? എത്ര കൊല്ലാണ്? 30 കൊല്ലത്തോളം നീണ്ടു നിന്നിട്ടുണ്ട്. 30 കൊല്ലം. അടുത്തത്, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതണം. കണ്ണുകൊണ്ട് സംഭവിക്കുന്ന 2 ദോഷങ്ങൾ എഴുതുക. കണ്ണുകൊണ്ട് സംഭവിക്കുന്ന 2 ദോഷങ്ങൾ ഏതൊക്കെയാണ്? അന്യരുടെ ഔറത്തിലേക്ക് നോക്കുക, അന്യരുടെ വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കുക, മറ്റൊരാളുടെ രഹസ്യം ഒളിഞ്ഞിരുന്ന് നോക്കുക. ഇതൊക്കെ ഹറാമാണ്. അപ്പോൾ ഇതൊക്കെ കണ്ണുകൊണ്ട് ചെയ്യുന്ന ദോഷങ്ങളാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ചെങ്കണ്ണ് രോഗം മാറിയത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഉമിനീര് കൊണ്ട് കണ്ണ് തടവി അലി റളിയല്ലാഹു അൻഹുവിൻ്റെ രോഗം സുഖപ്പെട്ടു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് കൊണ്ട് തടവി എപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ചെങ്കണ്ണ് രോഗം മാറിയത്. അടുത്തത്, ഖുർആനിൻ്റെ പ്രവചനങ്ങളിൽ പുലർന്ന 2 എണ്ണം എഴുതുക. ബദറിൽ മുസ്ലിങ്ങൾ വിജയിക്കുമെന്നും പിൽക്കാലത്ത് റോമക്കാരെ പേർഷ്യക്കാർ കീഴടക്കുമെന്നും ഖുർആനിൽ പ്രവചിക്കുകയും അത് പുലരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എഴുതുക. അടുത്തത് എന്താണ്? ഇഖ്ലാസ് എന്നാൽ എന്താണ് ഇഖ്ലാസ് എന്നാൽ? അല്ലാഹു തആലയുടെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ഇബാദത്ത് ചെയ്യലാണ് ഇഖ്ലാസ്. അല്ലാഹു തആലയുടെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ഇബാദത്ത് ചെയ്യലാണ് ഇഖ്ലാസ്. ഇനി വേണമെങ്കിൽ ഇത് എഴുതാം. ആരാധന ചെയ്യുന്നതിലൂടെ സംരക്ഷകനായ നിന്റെ ഇലാഹിനോടുള്ള സാമീപ്യം മാത്രം ആഗ്രഹിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും മനസ്സിലാക്കി പഠിക്കുക. അടുത്തത്, കേൾക്കാൻ പാടില്ലാത്ത 4 കാര്യങ്ങൾ എഴുതുക. നമ്മുടെ കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്ത 4 കാര്യങ്ങൾ.
കേൾക്കാൻ പാടില്ലാത്ത 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഗീബത്ത്, നമീമത്ത്, കളവ്, അശ്ലീല കാര്യങ്ങൾ തുടങ്ങിയവ കേൾക്കൽ ഹറാമാണ്. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ രംഗം ശാന്തമാക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത പ്രഭാഷണം എന്തായിരുന്നു? നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിരിക്കുന്നു. നിങ്ങൾ അല്ലാഹു തആലയെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവനെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല. ഇതാണ് പരിഭ്രാന്തരായ ജനങ്ങളെ സമാധാനിപ്പിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയ പ്രഭാഷണം. മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് കാരണമായ വെട്ടേറ്റ മാസം, തീയതി, സമയം ഒക്കെ എഴുതാനാണ്. റമളാൻ 17 അലി റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരത്തിന് ഇറങ്ങുമ്പോൾ നെറ്റിയിൽ വെട്ടി 3-ാം ദിവസം അദ്ദേഹം വഫാത്തായി. അപ്പോൾ ഇവിടെ വെട്ടേറ്റ മാസം ഏതാണെന്ന് ചോദിച്ചാൽ റമളാന്, തീയതി 17, സമയം സുബ്ഹി നിസ്കാരത്തിന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അലി റളിയല്ലാഹു അൻഹുവിനെ ജനാസ കൂഫയിലാണ് മറവ് ചെയ്തത്. 4 വർഷവും 9 മാസവുമാണ് അലി റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തോടെ ഖിലാഫത്തിൻ്റെ സുവർണ കാലഘട്ടം അവസാനിച്ചു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ 5 വരി കുറയാതെ എഴുതാൻ ജിന്നുകളെ കുറിച്ചിട്ടാണ് ഇതിൽ വന്നത്. എന്തൊക്കെയാണ് ജിന്നുകളെ കുറിച്ചിട്ട് നമ്മൾ ആ പാഠത്ത് പഠിച്ചത്? ജിന്നുകൾ അല്ലാഹു തആലയുടെ സൃഷ്ടികളാണ്. തീ കൊണ്ടാണ് അല്ലാഹു തആല അവരെ സൃഷ്ടിച്ചവർ. അവർക്ക് വ്യത്യസ്ത രൂപം പ്രാപിക്കാൻ കഴിയും. ജിന്നുകളിൽ മുസ്ലിമുകളും കാഫിറുകളും മുനാഫിക്കുകളുമുണ്ട്. അല്ലാഹു തആലയെ അനുസരിച്ച് ജീവിക്കുന്നവരും തെറ്റു ചെയ്യുന്നവരുമുണ്ട്. അവർ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അവർ മുക്കല്ലഫുകളാണ്. മനുഷ്യന്മാർക്കുള്ളതുപോലെ നന്മകൾക്ക് കൂലിയും തിന്മകൾക്ക് ശിക്ഷയും അവർക്ക് ലഭിക്കും. ജിന്നുകളിലെ കാഫിറുകളാണ് ശൈത്താന്മാർ. അവരുടെ നേതാവാണ് ഇബ്ലീസ്. അവർ ജനങ്ങളുടെ ഹൃദയത്തിൽ വസ്വാസുണ്ടാക്കും. അവർ തെറ്റുകളിലേക്കും അവിശ്വാസങ്ങളിലേക്കും നയിക്കും. അവർ നമ്മുടെ ശത്രുക്കളാണ്. അല്ലാഹു തആല പറയുന്നുണ്ട്, തീർച്ചയായും ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, അവനെ ശത്രുവായി തന്നെ കാണുക. പിശാചിൻ്റെ ഷർറിൽ നിന്ന് കാവൽ തേടാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ജിന്നുകളെ കുറിച്ചിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ 1 വേർഡ് ചോദ്യങ്ങളൊക്കെ വരാൻ മനസ്സിലാക്കി പഠിക്കാം. അടുത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ പ്രവർത്തനങ്ങളാണ് എഴുതാൻ വന്നത്. കരാർ ലംഘിച്ച് വിപ്ലവത്തിന് ഒരുങ്ങിയ രാജ്യങ്ങളോട് യുദ്ധം ചെയ്ത് അക്രമം അമർച്ച ചെയ്തു. പേർഷ്യൻ സാമ്രാജ്യം പൂർണ്ണമായി മുസ്ലിങ്ങൾക്ക് അധീനതയിലാക്കി. കപ്പലുകൾ നിർമ്മിച്ച് നാവികസേന രൂപീകരിച്ചു. റോമക്കാരുടെ അധീനതയിലായിരുന്ന കുബ്രുസ് ദ്വീപ്, തൊറാബുൽസ് മുതൽ തൊഞ്ച വരെയുള്ള ഉത്തരാഫ്രിക്കൻ പ്രദേശങ്ങളും ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലാക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുതി സൂക്ഷിച്ച മുസഫ് ആധാരമാക്കി ഖുർആനിൻ്റെ പകർപ്പുകൾ തയ്യാർ ചെയ്ത് പഠിപ്പിക്കാനുള്ള കാര്യങ്ങളോടൊപ്പം വിവിധ ഇസ്ലാമിക പട്ടണങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. ജനങ്ങൾ വർദ്ധിച്ചപ്പോൾ ജുമാക്ക് ഒരു അദാൻ കൂടി ഏർപ്പെടുത്തി. ഏർപ്പെടുത്തിയത് ആരുടെ ഭരണകാലത്താണ്? ഒക്കെ ചോദ്യം വരും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ്. മസ്ജിദുൻ നബവി വിശാലമാക്കി. റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു. സത്രങ്ങൾ പണികഴിപ്പിച്ചു. ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്തു. അപ്പോൾ അതൊക്കെ ഭരണ പ്രവർത്തനങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെതും ഇതുപോലെ പറയുന്നുണ്ട്. അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. നമുക്ക് പാഠഭാഗത്ത് നിന്ന് ഒരുപാട് 1 വേർഡ് ചോദ്യങ്ങളൊക്കെ ഈ പാഠത്തിൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താൻ നമ്മൾ പാഠഭാഗത്തിൻ്റെ വീഡിയോ ചെയ്തതിൻ്റെ ലിങ്കുകൾ ഉപകാരപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ എക്സാമിന് എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് ആരെങ്കിലും, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഉപകാരപ്പെടുത്താൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക്, പാഠബുക്കിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ അതൊക്കെ ഉപകാരപ്പെടുത്തി വീഡിയോസ് എല്ലാവരും കാണുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.